ശരിയായി ഹബീബായ മുത്തനബി തങ്ങളോടുള്ള മഹബത്ത് അത് വിട്ട് നമുക്ക് ജീവിച്ചിട്ട് കാര്യമില്ല. ആരെയും മഹബത്ത് വെച്ചിട്ട് കാര്യമില്ല, ആരെയും സ്നേഹിച്ചിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടത് അള്ളാഹുവിനോടുള്ള മഹബത്താണ്. അള്ളാഹുവിനോടുള്ള മഹബത്ത് നമുക്ക് കിട്ടണമെങ്കിൽ ഹബീബായ മുത്തനബി തങ്ങളെ മഹബത്ത് വെക്കാതിരിക്കാൻ കഴിയില്ല. അഹിബ്ബുനീ ലിഹുബ്ബില്ലാഹ്. ഹബീബായ മുത്തനബി തങ്ങൾ നമ്മളോട് പറഞ്ഞു, ലോകമേ മുസ്ലിമീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മഹബത്ത് വെക്കണം. അള്ളാഹുവിനെ മഹബത്ത് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ അവന്റെ ദൂതനായ, അവന്റെ ഹബീബായ എന്നെ നിങ്ങൾ മഹബത്ത് വെക്കണം. അള്ളാഹുവിന്റെ ഹബീബിനെ മഹബത്ത് വെക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഹബീബായ മുത്തനബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുക. കഴിവിന്റെ പരമാവധി സ്വലാത്ത് ചൊല്ലുക. ഹയാത്തിലുടനീളം ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും, ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്തും, ജോലി ചെയ്യുന്ന സമയത്തും, യാത്രയിലും, എല്ലാ സന്ദർഭങ്ങളിലും സിക്ർ ചൊല്ലാൻ അനുവദനീയമായ എല്ലാ സന്ദർഭങ്ങളിലും, എല്ലാ സ്ഥലങ്ങളിലും ഹബീബായ മുത്തനബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അതല്ലേ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ മുത്തനബി തങ്ങൾ പറഞ്ഞത് സ്വലാത്ത് ചൊല്ലാൻ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ദുആരക്കുന്ന സമയത്തെല്ലാം സ്വലാത്ത് ചൊല്ലാറുണ്ട്. ഞാൻ എത്ര സ്വലാത്ത് ചൊല്ലണം നബിയേ? ഞാൻ ദുആ ചെയ്യുന്ന സമയത്ത് ഞാൻ എത്ര സ്വലാത്ത് ചൊല്ലണം, എത്ര ദുആ ചെയ്യണം എന്ന് ഹബീബായ മുത്തനബി തങ്ങളോട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ച സന്ദർഭം ഹബീബായ മുത്തനബി തങ്ങൾ പറഞ്ഞു, നീ എത്ര സ്വലാത്ത് ചൊല്ലാലും അത് വർദ്ധിക്കുകയില്ല, അതൊരു കൂടുതലല്ല. ദുആ ചെയ്യുന്ന സമയത്ത് ഞാൻ എത്ര ദുആ ചെയ്യണം, ഞാൻ എത്ര സ്വലാത്ത് ചൊല്ലണം എന്ന് സംശയം തീർക്കാൻ വേണ്ടിയാണ് ചോദിച്ചത്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ പകുതി സ്വലാത്ത് ചൊല്ലുന്നു, 4/1 സ്വലാത്ത് ചൊല്ലുന്നു, 3/1 സ്വലാത്ത് ചൊല്ലുന്നു, 2/3 ഭാഗം സ്വലാത്ത് ചൊല്ലുന്നു. അപ്പോഴെല്ലാം ഹബീബായ മുത്തനബി തങ്ങൾ പറഞ്ഞത്, ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക. നീ സ്വലാത്തിനൊരു ലിമിറ്റ് വെക്കണ്ട, എത്ര നീ വർദ്ധിപ്പിച്ചാലും അത് നിനക്ക് നല്ലതാണ്. പറഞ്ഞു പറഞ്ഞ് ഹബീബായ മുത്തനബി തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, നീ സ്വലാത്ത് തന്നെ ചൊല്ലിക്കോ. അപ്പോഴാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അജ്അലു ലക സ്വലാത്തി കുല്ലഹാ യാ റസൂലല്ലാഹ്. നബിയെ, ഞാൻ ദുആ ചെയ്യുന്നേ ഇല്ല, ഞാൻ സ്വലാത്ത് തന്നെ ചൊല്ലുന്നു. ഞാൻ മുഴുവനും എൻ്റെ ദുആകളെ മുഴുവനും സ്വലാത്താക്കി മാറ്റുന്നു നബിയേ. അപ്പോഴാണ് ഹബീബായ മുത്തനബി തങ്ങൾ പറഞ്ഞത്, ഇപ്പോ നിനക്ക് ടെൻഷൻ ഇല്ലാതെ ജീവിക്കാം, ദോഷങ്ങൾ പുറത്ത് ദോഷമില്ലാതെ നിനക്ക് ജീവിക്കാം, ബേജാറില്ലാതെ നിന്റെ പ്രയാസങ്ങൾ തീർന്ന നിനക്ക് ജീവിക്കാം. ഹബീബായ മുത്തനബി തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻഹുവിനോട് പറഞ്ഞത് അതാണ്. സഹോദരങ്ങളെ, സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്. ഹബീബായ മുത്തനബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്തും അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയടക്കമുള്ള അതുമായി ബന്ധപ്പെട്ട് അത് ചേർത്ത് പറഞ്ഞുകൊണ്ടുള്ള സിക്റുകളും വലിയ ശ്രേഷ്ഠമായതാണ്. അതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, രോഗങ്ങൾ മാറ്റിത്തരപ്പെടും, പ്രയാസങ്ങൾ തീരും, കടങ്ങൾ തീരും. എന്താണ് മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? എല്ലാ പ്രയാസങ്ങളും ദിക്ർ കൊണ്ട് തീരും. എന്തിനു വേണ്ടിയാണ് നമ്മൾ ദിക്റിന് വരുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ദിക്ർ ചൊല്ലുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത്? കൂലി കിട്ടാൻ വേണ്ടി, ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി, ആഖിബത്ത് നന്നായി മരിക്കാൻ വേണ്ടി. ശരി, അതെല്ലാം കിട്ടും. കൂട്ടത്തിൽ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ 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 പ്രയാസങ്ങൾ, സാധാരണഗതിയിൽ തീരൂല എന്ന് ചിന്തിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ, മനുഷ്യന് താങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങൾ സ്വലാത്തിലൂടെ ദിക്റിലൂടെ പരിഹരിക്കപ്പെടും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ദിക്ർ കൊണ്ട് മനുഷ്യന്റെ മനസ്സിന് സമാധാനം ഉണ്ടാകും. മനുഷ്യന്റെ പ്രയാസങ്ങൾ തീരുമ്പോഴല്ലേ മനുഷ്യന്റെ മനസ്സിന് സന്തോഷം കിട്ടുന്നത്. ആരൊക്കെ വാക്ക് കേട്ടുകൊണ്ട്, ആരൊക്കെ പറഞ്ഞത് കേട്ടുകൊണ്ട് അള്ളാഹുവിനെ മറന്നുപോകുന്ന ആളുകളാണ് നമ്മളിൽ പലരും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാരാകട്ടെ, സലാമത്താക്കി തരുമാരാകട്ടെ.